വി അൻവർ ഇന്ന് MLA സ്ഥാനം രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. രാവിലെ 9:30 തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ രാജി പ്രഖ്യാപിച്ചേക്കും. അതിനു മുൻപ് സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, സാങ്കേതികമായി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, MLA സ്ഥാനം രാജിവെക്കണമോ എന്നൊക്കെയുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. PV അൻവർ ഇന്ന് MLA സ്ഥാനം രാജിവെക്കും എന്നാണോ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം, മുഖ്യമന്ത്രിക്കെതിരെ വിവാദങ്ങൾ ഉയർത്തിയതിനു ശേഷം, ADGP MR അജിത് കുമാറിനെ എതിരെയുള്ള വിവാദങ്ങൾ ഉയർത്തിയ ശേഷമാണ് ഇപ്പോൾ PV അൻവർ MLA രാജിയിലേക്ക് കടക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശേഷം തന്നെയാണ് PV അൻവറിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന നിരവധി ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർത്തിയ നേതാവ് തന്നെയാണ് PV അൻവർ. പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയി എത്തി ഇടതുപക്ഷത്തിന് നേരെ തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എതിരെ, അങ്ങനെ നിരവധി വിവാദങ്ങൾക്ക് തിരിതെളിച്ച നേതാവ് എന്ന് തന്നെയാണ് PV അൻവറിനെ നമുക്ക് പറയാൻ കഴിയുക. ആ നേതാവ് തന്നെയാണ് നിലവിൽ പിടിച്ചു നിൽക്കാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ BSPയുമായി തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവർ രാജിയിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 9:30 രാവിലെ 9:30 അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് രാജി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം PV അൻവർ MLAയുടെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താൻ ഒരു സുപ്രധാന കാര്യം വെളിപ്പെടുത്താനുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് രാവിലെ 9:30 തന്നെ കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടും രാജി പ്രഖ്യാപനം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനം ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അത് നടക്കാതെ വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് PV അൻവർ എത്തുന്ന കാഴ്ച, നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനു മുമ്പായി തന്നെ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച നടത്തി അതിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ നടത്തി. അതിലേക്ക് പോകാനുള്ള നീക്കങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തടയിട്ടത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് അത്തരത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്താൻ കഴിയാത്തതെന്ന പരസ്യ പ്രസ്താവന അടക്കം PV അൻവർ പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിരുന്നു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ PV അൻവർ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെയൊക്കെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. PV അൻവർ ഏത് സമയത്ത് എന്ത് പറയും എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത്തരത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത്തരത്തിലാണ്. രാജിപ്രഖ്യാപനം ഉണ്ടാവും, തൃണമൂൽ കോൺഗ്രസുമായി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ ഇന്നത്തെ അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിനീഷ്, അതേപോലെ തന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുന്നു, അതിന്റെ ഭാരവാഹിത്വം സ്വീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം രാജിവെക്കുമ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തെളിയുകയല്ലേ? നിലമ്പൂരിൽ ഇനിയിപ്പോൾ 1.5 വർഷം കൂടി നിയമസഭയുടെ കാലാവധിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ, അതായത് മമതാ ബാനർജിയുടെ പാർട്ടിയായി അദ്ദേഹം അവിടെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വരുമ്പോൾ UDF അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുമോ? ഇതൊക്കെ പ്രേക്ഷകർ, മുരളീധരനെ പോലെയുള്ള പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഇത്തരം സംശയങ്ങൾ. വിനീഷ്, തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ ഏത് പാർട്ടിയിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുക എന്നത് തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടികളിൽ ഇടം ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോഴാണ് വീണ്ടും കോൺഗ്രസുമായി ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വീണ്ടും നിലവിൽ
പശ്ചിമ ബംഗാളിൽ പോയി തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തി. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. തത്വത്തിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും സംസ്ഥാനം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി കടക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ PV അൻവർ തന്റെ ശക്തി തെളിയിക്കാൻ, പ്രത്യേകിച്ച് തന്റെ മണ്ഡലത്തിൽ തന്റെ ജനങ്ങൾ കൈവിട്ടിട്ടില്ല എന്ന ബോധ്യമുണ്ടാക്കാൻ, താൻ നേതാവാണ്, ഇപ്പോഴും താൻ നേതാവാണ് എന്ന് പൊതുസമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യാൻ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി PV അൻവർ എന്തായിരുന്നാലും മത്സരിക്കും. തൻ്റെ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് പാർട്ടിയുടെ ബാനർ എന്നത് സംബന്ധിച്ചുള്ള കാര്യം അന്തിമമായി അറിയാൻ സാധിക്കുക ഇന്ന് ഒരു 9:30 നടക്കുന്ന, അദ്ദേഹം മാധ്യമങ്ങളെ 9:30 മണിയോടുകൂടി രാവിലെ കാണും. അതിനുശേഷമായിരിക്കും അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുക. ആ പ്രഖ്യാപനങ്ങൾക്ക് ശേഷമായിരിക്കും രാജിയിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഇപ്പോൾ വരുന്നത് വെറും ഊഹാപോഹങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. PV അൻവറിനെ നമ്മൾ തന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിൽ പോലും തനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു സുപ്രധാനമായ കാര്യമാണ് പറയാനുള്ളത് എന്നത് മാത്രമാണ് നമ്മളോട് പോലും നേരിട്ട് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാര്യമായി വ്യക്തത വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന ഇത്തരത്തിൽ തന്നെയാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഔദ്യോഗിക പദവികളിലേക്ക് എത്തണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന സമയത്തിൽ ഇതിലൊരു വ്യക്തത വരുത്താൻ PV അൻവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒരു സസ്പെൻസായി തന്നെ കാര്യങ്ങൾ തുടരുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.